അപ്പോൾ ഈ സെഷനെ എന്നോട് ആവശ്യപ്പെട്ടിരുന്നത് കവിതാ നേരം എന്നൊരു സെഷനാണ്. അതുകൊണ്ട് ഞാൻ കവിത ചൊല്ലാമെന്ന് വിചാരിക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കവിത ചൊല്ലാം. കവിതയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിരുന്നു സത്യത്തെ ഞാൻ ആഗ്രഹിച്ചിരുന്നത്. എന്തായാലും ഒരു കാര്യമുള്ളത്, ഈ കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ 6-7 വർഷമായിട്ട് സാഹിത്യ സാംസ്കാരിക കൂട്ടായ്മകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു എന്ന ശുഭകരമായ വസ്തുതയുടെ അടയാളപ്പെടുത്തലായിട്ടും കൂടെ ഞാൻ ഈ ഫെസ്റ്റിനെയും കാണാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ എല്ലാ കോളേജുകളിലെല്ലാം ലിറ്റററി ഫെസ്റ്റ് നടക്കുന്നുണ്ട്. എല്ലാ കോളേജുകളും, എല്ലാ ഗ്രാമങ്ങളിലെയും സാംസ്കാരിക കലാകേന്ദ്രങ്ങൾ അവരുടെ വാർഷികാഘോഷ പരിപാടികളെ ഇതുപോലെ പുസ്തകമേളയും ലിറ്റററി ഫെസ്റ്റുമാക്കി മാറ്റുന്ന ഒരു പ്രവണതയിലേക്ക് കേരളം മാറിയിരിക്കുന്നു. അത് ഈ 7-8 വർഷം കൊണ്ട് കേരളത്തിലുണ്ടായ അതിഗംഭീരമായ ഒരു സാംസ്കാരിക മുന്നേറ്റമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ യുവാക്കളുടെ പുതിയ ചിന്തകളെ സംബന്ധിക്കുന്ന, യുവാക്കൾ കൂടുതൽ പ്രാധാന്യത്തോടെ കാണുന്ന യുവധാരയുടെ ഈ സാഹിത്യ സാംസ്കാരിക കൂട്ടായ്മയിൽ സംബന്ധിക്കുന്നതിനുള്ള ധന്യത ഞാൻ രേഖപ്പെടുത്തുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം കവിത എനിക്ക് പറയാനൊരു കാര്യമുണ്ടാകുമ്പോൾ അത് പറയേണ്ട മാതിരി പറയാൻ ഉള്ള മാധ്യമം ആണ്. കവിത എന്താണ് എന്ന് കേൾക്കുമ്പോൾ പല ആളുകളും പല വർത്തമാനം പറയും. കവിത എന്താണെന്ന് കാര്യസ്ഥരോതുമ്പോൾ കരളിൽ കവിത കരയുന്നു എന്നൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് കവിതയുടെ ഡെഫിനിഷനെ കുറിച്ചൊന്നും ഒരു ധാരണയും താല്പര്യവും കാണിക്കാതെ വർത്തമാനകാലത്ത് ഒരു കാര്യം പറയാനുണ്ടാകുമ്പോൾ അത് പറയേണ്ട മാതിരി പറയുവാനുള്ള കൊള്ളാവുന്ന ഒരു മാധ്യമം എന്ന നിലയിലാണ് ഞാൻ കവിതയെ കാണുന്നത്, അതിൻ്റെ ആലാപനത്തെയും കാണുന്നത്. ഈ കവിതയുടെ ആലാപനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് കരുതുന്ന ആളാണ് ഞാൻ. കാരണം നമ്മുടെ മലയാള കാവ്യ സംസ്കാരത്തിൽ ഒഴുകുന്ന കവിതയ്ക്ക് വലിയ പ്രാധാന്യം ഉണ്ട്. ഏത് തരത്തിലുള്ള പലതരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ, അതായത് പാശ്ചാത്യർ ഉപയോഗിച്ച് പഴകിക്കഴിഞ്ഞ പല കാര്യങ്ങളെയാണ് നമ്മൾ ആധുനികമെന്ന രീതിയിൽ പലപ്പോഴും ഉപയോഗിക്കാറുള്ളത്. അങ്ങനെ നമുക്ക് ആധുനികമെന്ന് തോന്നുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള നിർവചനങ്ങളിലൂടെ നമ്മുടെ എഴുത്തിനെയും സാഹിത്യത്തെയും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അടിസ്ഥാനപരമായി മലയാള കവിതയ്ക്ക് ആലാപനം അർഹിക്കുന്നുണ്ട് വിചാരിക്കുന്ന ആളാണ്. മലയാള കവിത ആലാപനം അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു ചിന്തയാണ് ഈ കവിതയുടെ ആലാപനവുമായി ബന്ധപ്പെട്ട് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഞാൻ പലപ്പോഴും കവിത എഴുതുകയും ചില കവിതകൾ അതേ താളത്തിൽ തന്നെ ആലപിക്കുകയും, എന്നാൽ ചില കവിതകളുടെ ആലാപന ശരീരം കണ്ടെത്തുകയും ചെയ്തിട്ടാണ് ചൊല്ലുന്നത്. ചില കവിതകൾ ആലാപന ശരീരത്തോടു കൂടെ തന്നെ പിറക്കും, ചിലയുടെ ആലാപന ശരീരത്തെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഉദാഹരണത്തിന് 1990കളുടെ അവസാനം തിരുവനന്തപുരത്തെ പത്മതീർത്ഥ കുളത്തിൽ ഒരു മാനസിക രോഗി അവിടുത്തെ കുളം കാവൽക്കാരനെ മുക്കിക്കൊന്നു. ആ കൊല്ലുന്ന വാർത്ത രാവിലെ ഞാൻ ഒരു ചാനലിലൂടെ കാണുകയുണ്ടായി, വാർത്താ ചാനലിലൂടെ. അന്ന് കുറച്ച് ചാനലുകളേ ഉള്ളൂ. അന്നത്തെ ചാനൽ എനിക്ക് തോന്നുന്നു സൂര്യ TV എന്ന് പറയുന്ന ചാനലാണത്. രാവിലത്തെ വാർത്ത ഇങ്ങനെ വെറുതെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുന്നു. തിരുവനന്തപുരത്തെ പത്മതീർത്ഥ കുളത്തിൽ കുളം കാവൽക്കാരനും മാനസിക രോഗിയായ ഒരാളും തമ്മിൽ കലഹിക്കുന്നു എന്നാണ് അത് തുടങ്ങുന്നത്. അതങ്ങനെ ആ ദൃശ്യങ്ങളിങ്ങനെ കാണിക്കുമ്പോൾ ആളുകളിങ്ങനെ തിങ്ങി നിറയുന്നുണ്ട്. ആളുകൾ സ്കൂട്ടറെല്ലാം തട്ടി വെച്ചിട്ട് ഇറങ്ങി നിന്ന് നോക്കുന്നുണ്ട്. ഒരാളും പ്രതികരിക്കുന്നില്ല. സ്ക്രോളിങ്ങനെ മാറി വരുന്നു, കലഹിക്കുന്നു, വഴക്കിടുന്നു, പിടിച്ചു തള്ളുന്നു, മുക്കുന്നു, കൊല്ലുന്നു എന്ന്. അപ്പോൾ ഇത്രയ്ക്ക് ഒരു സമൂഹത്തിലുണ്ടാകുന്ന ഈ പ്രതികരണ ദാരിദ്ര്യം എന്ന് പറയുന്നത്, അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യത്തിലുണ്ടാകുന്ന അപജയത്തിൻ്റെ ഒരു ഒരു വലിയ ലക്ഷണമായിട്ടാണ് ഇത്തരം കാര്യങ്ങളിലുള്ള പ്രതികരണ ദാരിദ്ര്യത്തെ നമ്മൾ കാണേണ്ടത്. ആ പ്രതികരണ ദാരിദ്ര്യത്തെ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി
ഉണരാത്ത പത്മതീർത്ഥങ്ങൾ എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ആ കവിത ഉണ്ടായതിന് ശേഷം ഞാൻ അതിൻ്റെ ആലാപന ശരീരം പിന്നെ കണ്ടെത്തുകയാണ് ഉണ്ടായത്. ഞാൻ എഴുതുമ്പോൾ ഞാൻ ഉപയോഗിച്ച താളത്തിലല്ല പിന്നെ ഞാനത് ചൊല്ലിയിരുന്നത്. ഞാൻ എഴുതുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ എഴുതിയത്, നിൽക്കുന്നു ഞാൻ പത്മതീർത്ഥക്കുളത്തിൻ്റെ ഭിത്തിയിൽ കയ്യൂന്നിത്താടി താങ്ങി, ചുറ്റുമൊരായിരം കാണികൾ ഞാനും അങ്ങെത്തി നോക്കുന്നുണ്ടകക്കുളത്തിൽ. ഇങ്ങനെ ഒരു പഴയ നമുക്കെല്ലാം അറിയാവുന്ന ഒരു നാടൻ താളത്തിലാണ് ഞാൻ ആ കവിത സത്യത്തിൽ എഴുതിയത്. പക്ഷേ എനിക്കറിയാം ആ കവിത അർഹിക്കുന്നത് ആ ശരീരമല്ല എന്ന് നന്നായി അറിയാം. കാരണം ഒരു പാവപ്പെട്ട നിസ്വനായ മനുഷ്യനെ, മാനസികവിഭ്രാന്തി പിടിപെട്ട ഒരാളിങ്ങനെ മുക്കിക്കൊല്ലുന്നത് കണ്ടുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ നോക്കി നിൽക്കുക എന്ന് പറയുന്ന ഏറ്റവും വലിയ അപജയം, സാമൂഹിക അപജയം, ആ അപജയത്തെ അടയാളപ്പെടുത്തുവാൻ നമുക്ക് ഉപയോഗിക്കേണ്ട താളം അല്ലെങ്കിൽ ആ കവിത പോകേണ്ട താളം ഇതല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിൽക്കുന്നു ഞാൻ പത്മതീർത്ഥക്കുളത്തിൻ്റെ ഭിത്തിയിൽ കയ്യൂന്നിത്താടി താങ്ങി, ചുറ്റുമൊരായിരം കാണികൾ ഞാനും അങ്ങെത്തി നോക്കുന്നുണ്ടകക്കുളത്തിൽ. നിൽക്കുന്നു ഞാൻ പത്മതീർത്ഥക്കുളത്തിൻ്റെ ഭിത്തിയിൽ കയ്യൂന്നി താടി താങ്ങി, ചുറ്റുമൊരായിരം കാണികൾ ഞാനും അങ്ങെത്തി നോക്കുന്നുണ്ടകക്കുളത്തിൽ. പത്മമില്ല, തീർത്ഥപുണ്യമില്ല, ജലം നിശ്ചലം വശ്യാങ്കിതൻ ജഡം പോൽ, ചുറ്റുമൊരായിരം കാണികൾ ഞാനും അങ്ങെത്തി നോക്കുന്നുണ്ടകക്കുളത്തിൽ. ചുറ്റുമൊരായിരം കാണികൾ ഞാനും അങ്ങെത്തി നോക്കുന്നുണ്ടകക്കുളത്തിൽ എന്ന് ചൊല്ലിയാൽ ആ കവിതയോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ അനാദരവാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ആലാപനം എന്ന് പറയുന്നത് ഒരു വലിയ സാംസ്കാരിക കലാപ്രവർത്തനത്തിന് ഉപരി ഒരു വലിയ സാഹിത്യ പ്രവർത്തനം കൂടെയാണ്. അപ്പോൾ കവിതകൾക്ക് അങ്ങനെ ഒരു ആലാപന സൗകുമാര്യത്തിൻ്റെ അർഹതയുണ്ട്. ആ അർഹതയോടുകൂടെ മലയാള കവിതയെ കാണണം എന്ന് പറയുന്ന ധാരയാണ് ഞാൻ പിന്തുടരുന്നത് തീർച്ചയായും. അതുകൊണ്ടാണ് ഇങ്ങനെ ചുറ്റുമൊരായിരം കാണികൾ ഞാനും അങ്ങെത്തി നോക്കുന്നുണ്ടകക്കുളത്തിൽ, ചുറ്റുമൊരായിരം കാണികൾ ഞാനും അങ്ങെത്തി ചുറ്റും ഒരായിരം കാണികൾ ഞാനും അങ്ങെത്തി നോക്കുന്നുണ്ട് അകക്കുളത്തിൽ. ചുറ്റുമൊരായിരം കാണികൾ ഞാനും അങ്ങെത്തി നോക്കുന്നുണ്ടകക്കുളത്തിൽ. 3 രീതിയിലും ഞാൻ പറഞ്ഞ പോലെ ചൊല്ലാം. വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞു പോകാം. ഇപ്പോഴത്തെ ആളുകൾ പറയുന്നതാണ് കവിത ഇങ്ങനെ ആലപിച്ചുകൂടാ, കവിത പറയാനേ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ചുറ്റും 1000 കാണികൾ ഞാനും അങ്ങെത്തി നോക്കുന്നുണ്ട് അകക്കുളത്തിൽ. ഇങ്ങനെ പറയാം, ഒരു കുഴപ്പമില്ല. ചുറ്റും 1000 കാണികൾ ഞാനും അങ്ങെത്തി നോക്കുന്നുണ്ടകക്കുളത്തിൽ എന്നും ചൊല്ലാം. ചുറ്റും 1000 കാണികൾ ഞാനും. ഞാൻ അങ്ങനെ ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ആളുകളിങ്ങനെ നിസ്സംഗരായി എത്തി നോക്കിക്കൊണ്ടൊരു വലിയ ക്രൂര പ്രവർത്തനം നടക്കുമ്പോൾ, ഒരു വേദനിപ്പിക്കുന്ന കാര്യം നടക്കുമ്പോൾ ആളുകൾ എത്തി നോക്കി നിൽക്കുന്നതിൻ്റെ ഒരു ചിത്രം നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതാണ് ആലാപനത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. താഴെ കുളത്തിനകപ്പടിയിൽ നിൽപ്പാണ്, താഴെ കുളത്തിനകപ്പടിയിൽ നിൽപ്പാണ് ബോധവീണ കമ്പി പൊട്ടിയോൻ. താഴെ കുളത്തിനകപ്പടിയിൽ നിൽപ്പാണ് ബോധവീണ കമ്പി പൊട്ടിയോൻ എന്ന് പാടുന്നതും, താഴെ കുളത്തിനകപ്പടിയിൽ നിൽപ്പാണ് ബോധവീണ കമ്പി പൊട്ടിയോൻ, മന്ദിടം കാൽ വലം കാലേറ്റുവാങ്ങിയൊരു വരരുചിപുത്രൻ്റെ പിൻപറ്റിയോൻ. അപ്പോൾ തീർച്ചയായും ഈ വേദികളെ ഉപയോഗിക്കുന്ന കവികൾ, അവർ വേദികളിൽ അല്ലെങ്കിൽ അങ്ങനെ ആസ്വദിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ ബഹുമാനിക്കുക തന്നെ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വേദികളല്ലാത്ത മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നവർക്ക് എന്തുമാകാം, പക്ഷേ വേദികളെ കാവ്യ പാരായണം എന്ന് പറയുന്നത്, പദ്യം ചൊല്ലൽ എന്ന് പറയുന്നതിനെ പദ്യം കൊല്ലൽ ആക്കി മാറ്റാതിരിക്കാൻ ഈ കാവ്യ പാരായണത്തിന് വരുന്നവർ ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. അങ്ങനെ ആകുന്നതുകൊണ്ടാണ് അവ ശുഷ്കമായി പോകുന്നത്. അങ്ങനെയാണ് ഒരു കാലത്ത് കേരളത്തിലെ യുവജനോത്സവ വേദികളിൽ നിന്നും പതുക്കെ പദ്യപാരായണം എന്ന് പറയുന്ന കാര്യത്തിന് പങ്കെടുക്കുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞു വന്നു.
എല്ലാത്തിനും പിന്നെ കലാപ്രതിഭയും കലാതിലമൊക്കെ ആക്കണമെങ്കിൽ ഏതെങ്കിലും കുഞ്ഞു കുഞ്ഞ് അറിയപ്പെടാത്ത സാധനങ്ങളിലും കൂടെ പോയി മത്സരിച്ച് അതിലും കൂടെ കിട്ടുന്ന പോയിന്റുകൾ വെച്ചിട്ടാണ് കുട്ടികൾ അങ്ങനെയായി. പദ്യപാരായണത്തിനൊന്നും കൊള്ളാവുന്ന ആളുകളൊന്നും വരാത്തൊരു കാലം വന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് പദ്യപാരായണമൊക്കെ. ഞാൻ പറയുന്നത് ആലാപനം എന്ന് പറയുന്നതിനെ ബഹുമാനിക്കുവാനുള്ള വേദി ഇങ്ങനെയുള്ള ലിറ്റററി ഫെസ്റ്റിവലെല്ലാം ഗംഭീരമായി കുറച്ചുകൂടെ ആരോഗ്യകരമായി ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇനിയുള്ളൊരു 15-20 മിനിറ്റ് നിങ്ങൾക്ക് ആഗ്രഹമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ അതനുസരിച്ച് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് കവിതയുമായി ബന്ധപ്പെട്ടോ ആലാപനവുമായി ബന്ധപ്പെട്ടോ ഞാനുമായി എൻ്റെ രീതികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാനതിന് മറുപടി പറയാം. അല്ലെങ്കിൽ അവസാനമായി ഞാൻ എൻ്റെ ഒരു കവിത ചൊല്ലി എൻ്റെ ഈ സെഷൻ അവസാനിപ്പിക്കാമെന്നും വിചാരിക്കുന്നു. ഒന്നുമില്ല. നമസ്കാരം. നമസ്കാരം മാഷ് ഇപ്പോൾ ഒരു കവിത എഴുതി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ അത് ഉള്ളിൽ വരുമ്പോൾ അതിനു മുമ്പേ തന്നെ ഒരു ആലാപന ശൈലി, ഒരു താളം അങ്ങനെ ഒന്നും ഉണ്ടാവുമോ? അതിന് ശേഷമാണോ? ഈ ഫീഡ്ബാക്ക് ഒന്ന് കുറച്ച് കൂട്ടി തരുമോ? കേട്ടുടാ. അങ്ങനെ ഒരു ആലാപന ശൈലി അല്ലെങ്കിൽ ഒരു ആലാപനം, ഒരു ഏതെങ്കിലും ഒരു താളം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ആ വരികൾ വരുന്നത്? അതാണ് എൻ്റെ ഒരു ചോദ്യം. പിന്നെ മറ്റൊരു ചോദ്യം, ഇപ്പോൾ അങ്ങനെ അല്ലാത്ത തന്നെ എത്രയോ ഗദ്യ കവിതകൾ, വളരെയേറെ ഉൾക്കാഴ്ചയുള്ള ഒട്ടേറെ കവിതകളുണ്ട്. പക്ഷെ അതൊന്നും അധികം ജനകീയമാവുന്നില്ല. പക്ഷെ താങ്കളുടെ ആലാപന ശൈലി കൊണ്ട്, ആലാപന രീതി കൊണ്ട് കുറേ ഇന്നത്തെ തലമുറയിലെ കുറേ കുട്ടികൾ മാഷിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് സാറിന്. തീർച്ചയായും. അല്ല അതിനൊരു കാര്യമുണ്ട്. അതായത് കവിത എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിൽ മാത്രം സംഭവിക്കേണ്ട ഒന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കവിതയിൽ വൈവിധ്യമുണ്ടാകണം. ഇപ്പം ഞാൻ എഴുതുന്ന തരത്തിലുള്ള സാധാരണ മനുഷ്യൻ്റെ ഭാഷയിൽ, സാധാരണ ജൈവ ഭാഷയിൽ അവൻ്റെ തന്നെ വൈകാരികതകളെ അടയാളപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ചൊല്ലിക്കൊണ്ട് കവിത സംഭവിക്കട്ടെ. അതൊരു ഒരു ധാരയാണ്. പക്ഷെ അതുമാത്രമാണ് കവിത എന്ന് ചിന്തിക്കാനേ പാടില്ലല്ലോ. വ്യത്യസ്തങ്ങളായ രീതിയിൽ കവിതേ പ്രിയപ്പെട്ട ശൈലപുത്രി, നിള പോലെ പ്രിയമെൻ്റെ നെയ്യാറുപോലെ നീ ഒഴുകിപ്പരക്കുകിന്ന അവനിലും ഇവനിലും അതിരിലും പതിരിലും പിന്നെ ഈ എന്നിലും എന്നാണ് എൻ്റെ പ്രാർത്ഥന. എല്ലാവരിലൂടെ കവിത ഒഴുകിപ്പരക്കട്ടെ. അതിന് വ്യത്യസ്തങ്ങളായ രീതികൾ ഉണ്ടാകട്ടെ. പക്ഷേ ഇതേ പാടുള്ളൂ, ഇത് പഴഞ്ചനാണെന്നൊന്നും പറയാതിരിക്കുക. എല്ലാവരും നമ്മൾ കുട്ടികളെ നിരുത്സാഹപ്പെടുത്താതിരിക്കുക. അവർക്ക് തോന്നുന്ന രീതിയിൽ അവരവരുടെ വായനയുടെ ആഴമനുസരിച്ച്, അവരുടെ ഭാവനയുടെ ബലമനുസരിച്ച്, അവരുടെ പ്രതിഭയുടെ തോതനുസരിച്ച് അവർക്ക് കിട്ടുന്ന സങ്കേതങ്ങളിലൂടെ എല്ലാം കവിത ഒഴുകി പരക്കേണ്ടതുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ തന്നെ പറയുന്നത് പോലെ എനിക്ക് പറയാനൊരു കാര്യമുണ്ടാവുകയും അത് പറയേണ്ട മാതിരി പറയുകയും ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്ന മാധ്യമമാണെന്ന് ഞാൻ പറയാറുണ്ട് എൻ്റെ കവിത. അതിനർത്ഥം അത് തന്നെയാണ് എല്ലാവരും ഉപയോഗിക്കേണ്ട ആ മാധ്യമത്തെ അങ്ങനെ തന്നെയാണ് എല്ലാവരും എടുക്കേണ്ടതെന്ന് ഞാൻ ശാഠ്യം പിടിക്കുന്നില്ല. കവിതയിൽ കാമ്പുള്ള കവിതകൾ ചൊല്ലപ്പെടാതെ പോകുന്നത് കൊണ്ട് ജനഹൃദയങ്ങളിൽ എത്തുന്നില്ല എന്നതൊരു വസ്തുതയാണ്. എന്നാൽ കാമ്പുള്ള കവിതകൾ ജനങ്ങൾ സ്വാഭാവികമായും ചൊല്ലുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സച്ചിദാനന്ദ മാഷിൻ്റെ കവിതയൊന്നും സച്ചിദാനന്ദ മാഷ് ചൊല്ലിയിട്ടല്ലല്ലോ നമ്മൾ അറിയുന്നത്. അതിനകത്ത് കാമ്പുള്ളത് കൊണ്ടാണ്. പിന്നെ കാമ്പുണ്ടെന്ന് സ്വയം വിചാരിക്കുകയും അതിനുവേണ്ടി ഈ കൈകാര്യം ചെയ്ത് നടക്കുകയൊക്കെ ചെയ്യുന്നവരും ഉണ്ടാകാം ധാരാളം. അവർക്ക് അങ്ങനെയുള്ള വേദനകളുണ്ട്. അതല്ല, കാമ്പുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ കവിത ചൊല്ലാവുന്നതാണെങ്കിൽ നമ്മുടെ കുട്ടികൾ, നമ്മുടെ മനുഷ്യർ, മലയാളികൾ അവൻ്റെ ഏതെങ്കിലും ദുഃഖത്തിലോ ഏകാന്തതയിലോ അവൻ്റെ ആ വേദനയിലോ സന്തോഷത്തിലോ ഒക്കെ അവൻ അതിൻ്റെ വരി ചൊല്ലി എന്ന് തന്നെ ഇരിക്കും. അതുകൊണ്ട് കാമ്പുണ്ടോ ഇല്ലേ എന്നുള്ളതെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ കവിത, പ്രത്യേകിച്ച് മലയാള കവിത, ആലാപനം അർഹിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എൻ്റെ ചൊല്ലൽ കുട്ടികളുടെ ഇടയിൽ ഈ കവിത, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 1990കളിൽ ഈ ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം ഇടിച്ച് കയറിയപ്പോൾ മധുസൂദനൻ നായർ സാറിനെ പോലുള്ള അവരുടെ കവിതകളെല്ലാം കഴിഞ്ഞപ്പോൾ ഇതിനിടയിലുള്ളൊരു ഗ്യാപ്പുണ്ടായി. വെറും ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പോയ മക്കൾ അവർ ഈ പദ്യപാരായണ വേദികളിലൊന്നും വലുതായിട്ട് വരാറില്ലായിരുന്നു. ശാസ്ത്രീയ സംഗീതം പഠിപ്പിക്കുന്ന അധ്യാപകൻ ഏതെങ്കിലും ഒരു കവിതയും കൂടെ ശാസ്ത്രീയ സംഗീതം പോലെ പഠിപ്പിച്ചു വിടും. ആ കുട്ടി കലാപ്രതിഭ കിട്ടുന്നതിന് വേണ്ടി ആ കവിതയും ചൊല്ലും. അങ്ങനെ ആയിരുന്നു. പക്ഷേ അതേസമയം പിന്നെ ഈ കന്നഡ പോലുള്ള ജനകീയ കവിതകൾ വന്നു കഴിഞ്ഞപ്പോൾ പാവപ്പെട്ട മക്കളൊക്കെ കാസറ്റൊക്കെ വാങ്ങിയിട്ട് പോലും മറ്റേ ശാസ്ത്രീയ സംഗീതം പഠിപ്പിക്കാൻ കഴിവുള്ള രക്ഷകർത്താവിൻ്റെ മക്കൾ മാത്രം കവിതയും കൊണ്ടുവരുന്ന ഒരു കാലം മാറിയിട്ട് സാധാരണ എനിക്ക് മനസ്സിലാവുന്ന ഒരു കവിത വന്നിരിക്കുന്നു. ആലപിച്ചുകൊണ്ട് നൂറുകണക്കിന് കുട്ടികൾ ആ മേഖലയിലേക്ക് കയറി വരാനിടയായി.
അതിനകത്ത് ക്വാളിറ്റി ഇല്ലായ്മയൊക്കെ പിന്നെയാണ് ചിന്തിക്കേണ്ടത്. പങ്കാളിത്തത്തിൻ്റെ അളവ് കൂടുവാനിടയായി. അങ്ങനെ കുട്ടികളുടെ ഇടയിലേക്ക് മലയാളത്തിൽ കവിതയുണ്ടെന്നും അത് എൻ്റെയും കൂടെയാണെന്നും എനിക്കും വേണമെങ്കിൽ അത് ആസ്വദിക്കുവാനും ആലപിക്കുവാനൊക്കെ അവസരമുണ്ടെന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രധാനപ്പെട്ട സാംസ്കാരിക പ്രവർത്തനമായിട്ട് തന്നെ ഞാൻ കാണുന്നു. ആ അർത്ഥത്തിലാണ് ഞാൻ എൻ്റെ കവിതയെ കാണുന്നത്. പക്ഷേ എൻ്റെ കവിത പോലെ ആയിരിക്കണമില്ല എന്ന് ഞാൻ പറയുകയും ഇല്ല. സാർ, ഇപ്പം സാറിൻ്റെ രേണുകയായാലും പകയായാലും ബാഗ്ദാദ്, കണ്ണട ഇങ്ങനെയുള്ള കവിതകളൊക്കെ ഞാൻ ഒരുപാട് ചൊല്ലിയിട്ടുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള ഈ ബാഗ്ദാദൊക്കെ ആയാലും ആരും കടന്നു ചെല്ലാത്തൊരു വഴികളിലൂടെയൊക്കെ കടന്നു ചെന്ന് അത്രയും തീവ്രമായിട്ടത് പാടുമ്പോഴാണ് ജനങ്ങളിൽ അത്രത്തോളം ആഴത്തിൽ പതിയുന്നത്. ഇപ്പോൾ പകയായാലും പ്രകൃതിയോടുള്ള നമ്മൾ ചെയ്യുന്ന മനുഷ്യന്മാർ ചെയ്യുന്ന എല്ലാ ക്രൂരതകളും കാണിക്കുന്ന അത് തുറന്നു കാട്ടുന്നത്. അപ്പം പക്ഷേ പല വേദികളിലും ഇത് ജനകീയമാണെങ്കിൽ കൂടി അത് തഴയപ്പെടുന്ന പോലത്തെ ഒരു അവസ്ഥ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ വലിയ വലിയ കാമ്പുള്ള കവിതകളെന്ന് പറഞ്ഞ് അതിൽ കുറേ പരിജ്ഞാനമുള്ള അങ്ങനെ വലിയ മനസ്സിലാകാത്ത വേർഡുകളൊക്കെ കുത്തി നിറച്ചാൽ മാത്രമേ ഈ കവിതക്കൊരു ആക്സെപ്റ്റൻസ് കിട്ടൂ എന്ന രീതിയിലേക്കൊക്കെ. പക്ഷെ ഇപ്പോഴത്തെ തലമുറ സാറിൻ്റെ ഒരുപാട് കവിതകൾ ഇഷ്ടപ്പെടുന്നുണ്ട്, അത് പാടാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കലോത്സവ വേദികളിലൊന്നും അങ്ങനെയുള്ളൊരു മാറ്റത്തിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് സാറിന് എന്താ? അതിനോടൊപ്പം തന്നെ എനിക്ക് സാറിൻ്റെ ഒരു 2 വരി കവിത രക്തസാക്ഷി ഒന്ന് കേൾക്കണമെന്നുണ്ട്. അതുപോലെ തന്നെ രേണുകയും ഒന്ന് ഒരു റിക്വസ്റ്റാണത്. അപ്പോൾ അത് എന്താണെന്ന് അറിയാം, അങ്ങനെയുണ്ട്. അതായത് നമ്മുടെ മനസ്സ് മലയാളിയുടെ പ്രത്യേകിച്ച് സാഹിത്യ ലോകത്ത് നിൽക്കുന്ന എഴുത്തുകാരുടെ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ എഴുത്തുകാരെ ഇങ്ങനെ അക്കാദമിക്കായി ഉയർത്തിക്കൊണ്ട് നടക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്, ഒരു വിഭാഗം ആളുകളുണ്ട്. അതൊരു ഗ്രൂപ്പ് എന്നല്ല, ആ വാക്കല്ല, ആ വാക്കിനെ അർത്ഥത്തിൽ എടുക്കണ്ട. അവരുടെ എല്ലാം മനസ്സിൽ ഒരു ഫ്യൂഡലിസ്റ്റിക് സെറ്റപ്പ് ഉണ്ട്. മനസ്സിലായില്ലേ? ഈ ഫ്യൂഡലിസം എന്ന് പറയുന്നതും ജാതി എന്ന് പറയുന്നതും എല്ലാം ഈ കാണുന്ന രീതിയിലല്ല. എല്ലാ മേഖലയിലും അതുണ്ട്, കൂടിയും കുറഞ്ഞ്. രാഷ്ട്രീയത്തിൽ അതുണ്ട്, സാഹിത്യത്തിൽ അതുണ്ട്. സാഹിത്യത്തിൽ ചില ആളുകൾ ഇങ്ങനെ എഴുതുന്ന കക്ഷികൾക്ക് ബ്രാഹ്മണൻ അല്ലെങ്കിൽ ഉയർന്നവൻ, അതിൻ്റെ താഴെ എങ്ങനെ അങ്ങനെ ചൊല്ലുന്നവൻ, ഇങ്ങനെ മനസ്സിൽ ഫ്യൂഡലിസം വച്ചിരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് മേൽക്കൈയുള്ളൊരു കാലമാണിത്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുമെന്നറിയാമോ? അവർ കിട്ടുന്ന മേഖലകളിലെല്ലാം ഇടിച്ചു കയറും. അവരും ഈ ആലപിക്കാൻ വന്നിരിക്കുന്ന കുട്ടികളെ ജഡ്ജ് ചെയ്യാനും വരും. അവർക്ക് വേണമെങ്കിൽ അവരുടെ മേഖലകളിൽ ചർച്ച ചെയ്യുകയും ഇതുപോലെ വന്നിരുന്ന് വർത്തമാനം പറയുകയും അവർക്ക് അങ്ങനെ ഗാഠമായി കൈകാര്യം ചെയ്ത് പോവുകയും ചെയ്യാം മര്യാദയ്ക്ക്. ഭാഷ തൊലഞ്ഞു പോകുന്നതുകൊണ്ടാണ്. ഇങ്ങനെയുള്ള കക്ഷികൾ വരുമ്പോൾ അവർ പറയും ഇങ്ങനെയുള്ള കവിതയൊന്നും ചൊല്ലിക്കൂടാ, അത് അപരാധമാണ്. അതിന് ആ കവിതയുടെ കണ്ടന്റ് എന്താണെന്ന് നോക്കുകയില്ല. ആ കവിതയുടെ പിന്നെ കാലിക പ്രാധാന്യം എന്താണ് എന്ന് നോക്കില്ല. ആ കവിതയ്ക്കകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇല്ല എന്ന കാര്യം ആഴത്തിൽ നോക്കില്ല. ആ കവിത എഴുതിയതാര് എന്ന് മാത്രമേ നോക്കൂ ആ കക്ഷികൾ. അങ്ങനെ നമ്മളെ മക്കളെ വല്ലാതെ ഇല്ലാതാക്കുന്നുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഭാഗം. ഞാൻ എൻ്റെ 7 അയലത്ത് ഇത്തരം കാര്യങ്ങളെ പെടുത്താറില്ല. കാരണം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം കവിത എഴുതുകയും നേരിട്ട് ഹൃദയങ്ങളിലേക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഇത്തരം ചർച്ചാ വേദികളോ മാധ്യമങ്ങളെയോ പത്രത്തെയോ വാരികയോ അച്ചടി മാധ്യമത്തെയോ പുല്ലുവില കൊടുത്തിട്ടില്ല ഞാൻ. അതുകൊണ്ടാണ് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ എങ്കിലും ഇതൊരു മോള് പറഞ്ഞ സത്യമാണ്. എന്നെ ഒരുപാട് രക്ഷകർത്താക്കൾ വിളിച്ചു പറയും, മാഷേ എൻ്റെ കുട്ടിക്ക് സബ് ജില്ല 1ാം സ്ഥാനം കിട്ടി, ജില്ലയിൽ ചെന്നപ്പോൾ നന്നായി ചൊല്ലി ആളുകളെല്ലാം ഗംഭീരമായ അഭിപ്രായം പറഞ്ഞു, പക്ഷേ A ഗ്രേഡ് പോലും കൊടുത്തില്ല, വിധികർത്താക്കളോട് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ വിധികർത്താക്കൾ പറഞ്ഞു ഇത്തരം കവിതകൾ ഇങ്ങനെ കുറേ സാധനം ഇറങ്ങിയിട്ടുണ്ട്, ഇങ്ങനെയുള്ള സാധനമൊന്നും ഈ വേദികളിൽ ചൊല്ലാൻ പാടില്ല. പിന്നെ വേദിയിൽ അവൻ്റെ എന്താണ് ചൊല്ലാൻ പോകുന്നത് എനിക്കറിയില്ല. പക്ഷേ വേദികളെന്ന വാക്ക് സാഹിത്യത്തിൽ വരുന്നത് എങ്ങനെ? അവരുടെ മറ്റത് എഴുത്തിനകത്ത് നിന്നോളണം. അങ്ങനെയുള്ള മൗലികവാദികൾ എന്ത് ചെയ്യണം? അവനവൻ്റെ എഴുത്തിൽ നിന്നുകൊള്ളണം. അവനവൻ്റെ വാക്കുകൾ വായിക്കുവാൻ ആളെ കണ്ടെത്തണം. അതിനുള്ള കഴിവില്ലാത്തവൻ വേദിയിലോട്ട് വരാൻ പാടില്ല. എന്നിട്ട് അവൻ അവിടെ വേദിയിൽ ഈ സാധനം കൊണ്ടുവച്ചിട്ട് തിരിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജനം തള്ളിക്കളയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, ജനം അത് നന്നായി തള്ളിക്കളയുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് അതുകൊണ്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള ആശങ്കയില്ല. പിന്നെ മോൾ ആവശ്യപ്പെട്ടത് മോള് പറഞ്ഞതുപോലെ തീർച്ചയായും ഈ കാലം അങ്ങനെയാണ്. നമ്മൾ ഈ ചുരൽമലയിലൊക്കെ നമ്മൾ കണ്ടില്ലേ, മാനത്തു നോക്കൂ കറുത്തിരിക്കുന്നു കാർമേഘമല്ല കരിമ്പുക ചുരുളുകൾ, പൂക്കളെ നോക്കൂ വെളുത്തിരിക്കുന്നു പിച്ചിയല്ല വിഷം തിന്ന തെച്ചി, ദുരമൂത്തു നമ്മൾക്കു പുഴ കറുത്തു, ചതിമൂത്തു നമ്മൾക്കു മല വെളുത്തു, തിരമുത്തമിട്ടോരു കരിമണൽ തീരത്തു വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു. പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക്, പുക തിന്ന പകലിനും വേഷമുണ്ട്,
പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്. മാനത്തു നോക്കൂ കറുത്തിരിക്കുന്നു കാർമേഘമല്ല കരിമ്പുക ചുരുളുകൾ. പൂക്കളെ നോക്കൂ വെളുത്തിരിക്കുന്നു പിച്ചിയല്ല വിഷം തിന്ന തെച്ചി. കാറ്റിനെ ഒന്നു മണത്തു നോക്കൂ മണം ഗന്ധകപ്പാല പൂത്തുലയുന്ന മാദകം. പോക്കുവെയിലേറ്റൊന്നിരുന്നു നോക്കൂ പുറം തോലറ്റിറങ്ങുന്നതഗ്നിസർപ്പം. മഴയേറ്റുമുറ്റത്തിറങ്ങി നിൽക്കൂ മരണം ഒരു തുള്ളിയായണു പ്രഹരമായി. ഉപ്പുകല്ലും നെടുത്തുപ്പു നോക്കൂ കടൽ കണ്ണീരിനുപ്പിൻ ചവർപ്പിറക്കൂ. പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്. പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്. ഇരു കൊടുങ്കാറ്റുകൾക്കിടയിലെ ശാന്തിതൻ ഇടവേളയാണിന്നു മർത്യജന്മം. ഇരു കൊടുങ്കാറ്റുകൾക്കിടയിലെ ശാന്തിതൻ ഇടവേളയാണിന്നു മർത്യജന്മം. തിരയായി തീരത്ത ശാന്തിയായി തേങ്ങലായി പതയുന്നു പുകയുന്നു പ്രകൃതി പക. അങ്ങനെ പോകുന്നതാണ് കവിത. അപ്പോൾ ഇങ്ങനെ ചൊല്ലിക്കൂടാന്ന് പറയുന്ന ആളുകളുണ്ട് കേട്ടോ. അങ്ങനെ രക്ഷാർത്ഥാൾ പറയും ഇങ്ങനെയുള്ള കവിതയൊന്നും പഠിപ്പിക്കരുതേ. എന്നിട്ട് പറയും നിങ്ങൾക്ക് വേണമെങ്കിൽ പറ്റുന്ന അറിയാം. അച്ഛൻ ടീച്ചർ കുട്ടിയോട് ചോദിച്ചു അച്ഛനോട് ദേഷ്യം വരുമ്പോൾ നീ എന്ത് ചെയ്യും? കുട്ടി പറഞ്ഞു ഞാൻ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യും, ക്ലോസറ്റ് ക്ലീൻ ചെയ്യും. അപ്പോൾ നിനക്ക് എങ്ങനെ അച്ഛനുള്ള ദേഷ്യം തീരും? ഞാൻ അതിന് അച്ഛൻ്റെ ബ്രഷ് ഉപയോഗിക്കും എന്ന്. ഇതാണ് കവിത. ഇങ്ങനെയുള്ള ചൊല്ലിക്കൊള്ളൂ എന്ന് പറയുന്ന കക്ഷികളാണത് പറയുന്നത്. അതിനെ ഞാൻ എൻ്റെ 7 അയലത്ത് എൻ്റെ പുല്ലുപട്ടിക്ക് വില കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഒരു ചിന്ത എനിക്കില്ല. മോള് പറഞ്ഞാൽ പിന്നെ ഈ രേണുക എന്ന കവിത ചൊല്ലാൻ ഇപ്പോൾ സമയമില്ല, 5 മിനിറ്റാണുള്ളത്. വേറെ ഏതെങ്കിലും ഒരു കാര്യം കൂടെ ചോദിച്ചാൽ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് 4 പേര് രേണുക. അപ്പോൾ അതിൽ 4 പേര് ചൊല്ലി മതിയാക്കാം. രേണുക. രേണുകേ നീ രാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു. പിരിയുമ്പോഴേ തോന്നനഞ്ഞ് കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. രേണുക്കേ നാം രണ്ടു മേഘശകലങ്ങളായി അകലേക്കുമറയുന്ന ഘനഭംഗികൾ. മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേഘ ശ്യാമഘനഭംഗികൾ. പിരിയുന്നു രേണുകേ പിരിയുന്നു രേണുകേ നാം രണ്ടു പുഴകളായി ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം. ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം? ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. പിരിയുന്നു രേണുകേ നാം രണ്ടു പുഴകളായി ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം. ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം? ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം? ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്കുമാത്രം. നാളെ പ്രതീക്ഷതൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നതിത്രമാത്രം. അങ്ങനെ പോകുന്നതാണ് കവിത. അപ്പം ഞാനിപ്പോൾ രാജീവ് സഖ അവിടെ ഇരിപ്പുണ്ട്. പ്രിയപ്പെട്ട സാംസ്കാരിക വകുപ്പിൻ്റെ
ഡയറക്ടർ ഇവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ മക്കളെ പ്രണയ ആരോഗ്യമുള്ളവരായി വളർത്തണം. ഞാൻ ആ വാക്ക് കോയിൻ ചെയ്ത് പറയാണ്, കൃത്യമായും പറയണം. ആ വാക്ക് പുതിയ വാക്കായിരിക്കാം ഒരു പക്ഷേ. പ്രണയ ആരോഗ്യം സിലബസിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്ന ആളാണ് ഞാൻ. നമ്മുടെ മക്കൾക്ക് പ്രണയാരോഗ്യമില്ലാതെ പോകുന്നത് കൊണ്ടാണ് നമ്മളെല്ലാ ദുരന്തങ്ങളും അറിയുന്നത്. അത് പ്രണയത്തിൻ്റെ കുറ്റം കൊണ്ടല്ല, പ്രണയ ആരോഗ്യമില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാണ്. എന്താണ് പ്രണയമെന്ന് സിലബസിൽ ഉൾപ്പെടുത്തി പഠിപ്പിക്കണം ഒരു ചാപ്റ്റർ. അടുത്ത ചാപ്റ്റർ എന്താണ് പ്രണയനഷ്ടത്തിൻ്റെ സൗന്ദര്യം എന്താണെന്ന് പഠിപ്പിക്കണം. പ്രണയനഷ്ടത്തെ എങ്ങനെ ആസ്വദിക്കാമെന്ന് നമ്മളെ മക്കളെ പഠിപ്പിക്കണം. പ്രണയ നഷ്ടം ഉണ്ടായതുകൊണ്ട് ലോകത്തുണ്ടായിട്ടുള്ള സൗന്ദര്യാത്മകമായ മാറ്റങ്ങളെ പിള്ളേരെ പഠിപ്പിക്കണം, കുട്ടികളെ പഠിപ്പിക്കണം. പ്രണയം കൊണ്ടുണ്ടായ വിശ്വോത്തരങ്ങളായ കൃതികളെ പരിചയപ്പെടുത്തണം, പ്രണയ നഷ്ടം കൊണ്ടുണ്ടായ. അങ്ങനെ പ്രണയത്തിൻ്റെ നഷ്ടമാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ അനുഭവം എന്ന് നമ്മളെ മക്കൾ പ്രണയാരോഗ്യമുള്ളവരായി വളരാൻ കഴിയണം. സിലബസിൽ പുസ്തകത്തിൽ 2 ചാപ്റ്റർ ഉൾപ്പെടുത്തണമെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ, പ്രിയപ്പെട്ടവരെ. നഷ്ടപ്രണയത്തിന് ഓർമ്മ പോലെ ഇത്രമേൽ മധുരിക്കും അനുഭൂതി വേറെയുണ്ടോ? പ്രണയത്തിന് ഓർമ്മ പോൽ ഇത്രമേൽ മധുരിക്കും അനുഭൂതി വേറെയുണ്ടോ? മഴ പെയ്തു തോർന്നതിൻ ശേഷമൊരു ചെറുകാറ്റ് കവിളിൽ തലോടും തണുപ്പു പോലെ. നഷ്ടപ്രണയത്തിന് ഓർമ്മ പോൽ ഇത്രമേൽ മധുരിക്കും അനുഭൂതി വേറെയുണ്ടോ? ആശംസകൾ. നന്ദി.